ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ 3 വെറൈറ്റി ആയിട്ടുള്ള കേക്ക് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഈ 3 കേക്ക് നമ്മൾ ചെയ്തിട്ടുള്ള അരിപ്പൊടി വെച്ചിട്ടാണ്. സാധാരണ വീട്ടിലൊക്കെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി ഉണ്ടാവുമല്ലോ, ആ പൊടി വെച്ചിട്ടാണ് നമ്മൾ 3 തരം കേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ നമ്മളിപ്പോൾ റെഡ് വെൽവെറ്റിൻ്റെ സ്പോഞ്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വാനില കേക്കിൻ്റെ സ്പോഞ്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പോഞ്ചും ഈ ഒരു അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മെഷർമെൻറ്റ് കപ്പോ അല്ലെങ്കിൽ അധികം ടൂൾസോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ കളർ പോലും യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന 3 അടിപൊളി സ്പോഞ്ച് കേക്ക് റെസിപ്പീസാണ്. പിന്നെ നമ്മുടെ ഗീവ് അവേ നടക്കുന്നുണ്ട്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കൂടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഗീവ് അവേയുടെ കാര്യവും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് വീഡിയോ കാണാം. അപ്പോൾ ഇവിടെ നമ്മളൊരു 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ ഒരു അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടിയാണ്. നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അരിപ്പൊടി നല്ല സോഫ്റ്റായിട്ട് നല്ല പൗഡറായിട്ടുള്ള അരിപ്പൊടി എടുക്കുക, അല്ലെങ്കിൽ കേക്ക് കട്ടിയായിട്ട് പോവും. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം നല്ലതുപോലെ ചെറിയ ഹോളുള്ള അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിപ്പൊടി ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരിച്ചിട്ട് ഈ നേരത്തെ ചേർത്ത് കൊടുത്തില്ലേ ആ ഒരു അരിപ്പൊടിയിലോട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ച് ചേർത്തതിന് ശേഷം ഈ ഒരു മാവും ഈ ഒരു ബേക്കിംഗ് പൗഡറും സോഡയും കൊക്കോ പൗഡറും കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം, കാരണം അരിച്ചതാണെങ്കിൽ പോലും ഇതെല്ലാ ഭാഗത്തും ഈ ഒരു ബേക്കിംഗ് പൗഡറും സോഡയും കിട്ടണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു കേക്കിന് വേണ്ടുന്ന ബട്ടർ മിൽക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വിനീഗറും പാലും കൂടെ ചേർക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് പിരിഞ്ഞ് തുടങ്ങും. അപ്പോൾ പിരിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫുഡ് കളറിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം. നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മളെ ജെൽ കളർ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ നമ്മൾ ഈ ഒരു ബട്ടർ മിൽക്കിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്കൊരു ബൗളിലോട്ട് മുട്ട പതപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചോ ഫോർക്ക് വെച്ചോ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വിസ്ക് വെച്ചിട്ടും ഫോർക്ക് വെച്ചിട്ടും ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ബീറ്ററിൽ ചെയ്ത് പെട്ടെന്ന് കാണിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അത് പ്രസ് ചെയ്താൽ എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ബീറ്റർ ഇല്ലാതെ നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാമെന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ മുട്ട ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ബട്ടർ മിൽക്കും കംപ്ലീറ്റ് ആയിട്ട് ഇതിലൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അളവിൽ വ്യത്യാസമൊന്നും വരരുത്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ബീറ്ററോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീറ്ററോ വിസ്കോ ഫോർക്കോ വെച്ചിട്ട് ഇതെല്ലാം കൂടെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിന് നേരത്തെ മാറ്റി വെച്ചേക്കുന്നുണ്ടല്ലോ ആ മാവിൻ്റെ ഒരു കൂട്ട്, അത് അല്പമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരുപാട് സ്പീഡിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കരുത്. അപ്പോൾ കേക്ക് കട്ടിയായിട്ട് ഇപ്പോൾ സോഫ്റ്റായിട്ട് ആ ഒരു മുട്ടയുടെ വെള്ളയൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എല്ലാ മാവും കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ കട്ടയില്ല, നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കട്ടയില്ലാതെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ സെറ്റാക്കി എടുക്കാൻ. ഇനി നമുക്ക് കേക്ക് ടിന്നിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ കേക്ക് ടിന്നിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹോം മെയ്ഡ് ബട്ടർ പേപ്പറിൻ്റെ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ മേളിൽ കാണുന്ന ഈ ഒരു ലിങ്കിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അപ്പം ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കേക്ക് ടിന്നിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് തട്ടി കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാനൊരു പാത്രം, നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രം, ഒരു തട്ട് വെച്ച് അടച്ച് വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് ഈ ഒരു കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്ക് ഇറക്കി വെച്ചതിന് ശേഷം കറക്റ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റ് വേണം ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ വെന്തിട്ടുണ്ടോ നോക്കാനായിട്ട് വേണമെങ്കിൽ ഒരു ഫോർക്കോ ടൂത്ത് പിക്കോ വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ മാവൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് കുക്കായി എന്നാണ്. അപ്പോൾ ഇപ്പോൾ കേക്ക് നല്ലതുപോലെ ചൂടൊക്കെ മാറി തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഈ കേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ട് നല്ല ഹൈറ്റിൽ തന്നെ ഈ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും അരിപ്പൊടി വെച്ചിട്ട് കേക്ക് ചെയ്താൽ ഇത്രയും സോഫ്റ്റായിട്ട് കിട്ടുമെന്ന്. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്പെല്ലാം അതുപോലെ ഫോളോ ചെയ്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ അരിപ്പൊടി വെച്ചിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പഞ്ചാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ കേക്കിന് വേണ്ടുന്ന മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മുട്ട എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ 2 വലിയ മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമ്മൾ മാറ്റിയാണ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കരുത്, പൊടിക്കാത്ത പഞ്ചസാര തന്നെ ചേർക്കണം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്ററിൽ ചെയ്താൽ മതി. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്താൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇനി ബീറ്റർ ഇല്ലെങ്കിൽ വിസ്കോ ഫോർക്കോ വെച്ചിട്ട് നല്ല സ്പീഡിൽ ബീറ്റ് ചെയ്താൽ മതി. എത്രത്തോളം നമ്മൾ ഈ മുട്ടയുടെ വെള്ളം നന്നായിട്ട് പതപ്പിച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇവിടെ മുട്ടയുടെ വെള്ളം നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളയും മഞ്ഞയും കൂടെ മെല്ലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പീഡിൽ മിക്സ് ചെയ്യരുത്. ഇനി നമ്മൾ ഈ കേക്ക് ചെയ്തെടുക്കുന്ന അരിപ്പൊടിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് ഒട്ടും തരിതരിപ്പില്ലാത്ത പൊടി വേണം കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട്. അത് നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഒരു പ്രാവശ്യം മാത്രം അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഒട്ടും തരിതരിപ്പുള്ള പൊടി എടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പത്തിൻ്റെ പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ എടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ഇതുപോലെ തന്നെ അരിച്ച് ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യുന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കല്ലേ, അപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കിട്ടാനായിട്ടാണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് സ്പീഡിൽ മിക്സ് ചെയ്യരുത്, പിന്നെ ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. ഇതെല്ലാം കൂടെ മിക്സായിട്ട് വരുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ ഫസ്റ്റ് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ടൈറ്റായിട്ട് വരും. അതിനുശേഷം ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെ വളരെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്പീഡിൽ മിക്സ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല കട്ടിയായിട്ട് പോവും. അതുകൊണ്ടാണ് സ്പീഡിൽ മിക്സ് ചെയ്യരുതെന്ന് പറയുന്നത്. ഇനി ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ വെള്ളം ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിന് പകരം വേണമെന്നുണ്ടെങ്കിൽ പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ കറക്റ്റായിട്ട് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് ടിന്നിലോട്ട് മാറ്റാം. ഞാനിവിടെ സാധാരണ ഒരു സ്റ്റീൽ പാത്രത്തിൽ എണ്ണ തടകിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത ബട്ടർ പേപ്പറാണ്. ഇതിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുക്കാം. എയർ ബബിൾസ് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടാനായിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സമയം കൊണ്ട് ഒരു വലിയ സോസ് പാൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് 5 മിനിറ്റ് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു കേക്ക് ടിന്നെ നമുക്ക് ആ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഈ സമയം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കൈയൊന്നും ആ സൈഡിൽ തട്ടാതെ. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 50 മുതൽ 55 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 55 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പൊങ്ങിയിട്ട് ആ അടപ്പിൽ ഒന്ന് തട്ടിയതാണ്. അപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് കുഴിഞ്ഞു പോയി. അത് സാരമില്ല. ഇനി നമുക്കിത് കുക്കായോ നോക്കാനായിട്ട് ഒരു ഫോർക്കോ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഫോർക്കിൽ മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. കേക്ക് അടിപൊളിയായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ബട്ടർ പേപ്പർ എല്ലാം മാറ്റി കൊടുക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഹൈറ്റിൽ തന്നെ കേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതേ അരിപ്പൊടി വെച്ചിട്ടുള്ള ഒരു വാനില സ്പഞ്ച് കേക്കാണ്. ഞാനിവിടെ അത്യാവശ്യം നല്ല വലിയ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ മുട്ടയാണെങ്കിൽ 3 മുട്ട വരെ എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി ഉപയോഗിക്കാം, അതായത് വിനീഗർ ഉപയോഗിക്കാം. കാരണം മുട്ടയുടെ മണം പൂർണ്ണമായിട്ട് മാറാനായിട്ടാണ് നമുക്കിത് ഉപയോഗിക്കുന്നത്. ഇതിലോട്ട് ഇനി 1 നുള്ളു ഉപ്പും 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര ചേർക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ മുട്ട നന്നായിട്ട് പതഞ്ഞ് വരും നമ്മൾ പൊടിക്കാത്ത പഞ്ചസാരയായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ വേണമെങ്കിൽ വിസ്കോ ഫോർക്കോ ബീറ്ററോ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ വിസ്ക്കാണ്. അപ്പോൾ വിസ്ക് വെച്ചിട്ടായാലും നമുക്ക് നല്ലതുപോലെ തന്നെ മുട്ട അടിച്ച് പതപ്പിച്ചെടുക്കാൻ പറ്റും. ഇനി വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലും ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്താൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. കാരണം വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ അധികമായിട്ട് കേക്ക് സോഫ്റ്റ് ആവാനായിട്ട് ചേർക്കുന്നില്ല. അപ്പോൾ മുട്ട നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നേരിട്ട് തന്നെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ അരിപ്പൊടി നമ്മൾ ചേർക്കുമ്പോൾ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഇവിടെ അരിച്ച് ചേർക്കുന്നുള്ളൂ. കാരണം നന്നായിട്ട് പൊടിഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊടിഞ്ഞ അരിപ്പൊടി ഉണ്ടല്ലോ, അത് വേണം നമ്മൾ ഈ കേക്ക് എപ്പോൾ ചെയ്യാനായാലും എടുക്കാനായിട്ട്. തരിതരിപ്പുള്ള പൊടിയാണെങ്കിൽ 1-2 പ്രാവശ്യം എക്സ്ട്രാ ഒന്ന് ഇതുപോലൊന്ന് അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇതിപ്പോൾ നല്ല പൊടിഞ്ഞ അരിപ്പൊടി ആയതുകൊണ്ട് ഞാൻ ഒറ്റ പ്രാവശ്യം മാത്രമേ അരിച്ചെടുക്കുന്നുള്ളൂ. പിന്നെ ഈ ഒരു കേക്കിന് ഞാനിവിടെ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇല്ലെങ്കിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ മുട്ട ബീറ്റ് ചെയ്തപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ അരിപ്പൊടി ഈ മുട്ടയുടെ മിക്സും കൂടെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ വളരെ പതിയെ മാത്രം ചെയ്താൽ മതി. അപ്പോൾ സ്പീഡിൽ ചെയ്താൽ ആ മുട്ടയുടെ പതയൊക്കെ അങ്ങ് പോവും. ഇനി ഇതിലോട്ട് നമുക്കൊരു 3/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ നാടൻ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കാതിരുന്നാൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരല്പം കട്ടിയായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ബാറ്റർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ പാലൊന്നും ചേർക്കുന്നില്ല. ഇനി നമ്മൾ സാധാരണ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെച്ചാൽ സാധാരണ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത് കേക്ക് ടിന്നിന് പകരം. അപ്പോൾ അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ മാവ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് 2-3 പ്രാവശ്യം ഒന്ന് തട്ടിക്കൊടുക്കാം. ആ എയർ ബബിൾസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോകാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാനൊരു സോസ് പാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു തട്ടിട്ട് കൊടുത്തിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 35-40 മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെന്തോന്ന് നോക്കാനായിട്ട് ഇതുപോലൊരു ഫോർക്കോ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഒട്ടും തന്നെ മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. കേക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് പുറത്ത് മാറ്റി വെച്ചിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തട്ടി കൊടുക്കുമ്പോൾ തന്നെ കേക്ക് ഇങ്ങനെ ഇളകി വരും. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ അരിപ്പൊടിയിലാണ് ചെയ്തതെന്നൊന്നും കണ്ടാൽ പറയില്ല. അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3 റെസിപ്പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ഗീവ് അവേയുടെ കാര്യം പറയാൻ മറന്നു. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. വീഡിയോ മാക്സിമം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഫേസ്ബുക്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഗീവ് അവേ വിന്നേഴ്സിന് 2 ഇലക്ട്രിക് ബീറ്ററാണ്. 2 വിന്നേഴ്സിനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.